മാസപ്പടി കേസിൽ മുൻ മന്ത്രി PM മുഹമ്മദ് റിയാസിനെതിരെയും EDയുടെ അന്വേഷണം വരും. വീണ റിയാസ് പണമിടപാടുകളിലാണ് അന്വേഷണം വരുന്നത്. വീണയുടെ അക്കൗണ്ടിൽ നിന്നും ഭർത്താവ് മുഹമ്മദ് റിയാസിന്റെ അക്കൗണ്ടുകളിലേക്ക് വൻ തുകകൾ കൈമാറിയിട്ടുണ്ടോ എന്ന കാര്യമാണ് ED പരിശോധിക്കുന്നത്. CMRL എക്സാലോജിക്ക് മാസപ്പടി കേസുമായി ബന്ധപ്പെട്ടുള്ള വീണ ടിക്കെതിരെയുള്ള അന്വേഷണം ഭർത്താവ് PM മുഹമ്മദ് റിയാസിലേക്കും നീളുകയാണ്. 2020 ജൂൺ 15 മുഹമ്മദ് റിയാസും വീണയും തമ്മിലുള്ള വിവാഹം നടക്കുന്നത്. അതേസമയം 2017 മുതൽ 2020 വരെയുള്ള കാലഘട്ടത്തിലാണ് CMRLന്റെയും എക്സാലോജിക്കിന്റെയും മാസപ്പടി ഇടപാടുകൾ നടന്നിട്ടുള്ളത്. 2.78 കോടി രൂപയാണ് മാസപ്പടി ഇടപാടുമായി ബന്ധപ്പെട്ട CMRL എക്സാലോജിക് കമ്പനിക്ക് നൽകുന്നത്. ഇതിൽ വീണയെ മാർക്കറ്റിംഗ് IT കൺസൾട്ടന്റായി നിയമിച്ച് 5 ലക്ഷം രൂപ വീണയ്ക്കും 3 ലക്ഷം രൂപ എക്സാലോജിക് കമ്പനിക്കുമാണ് CMRL നൽകി വന്നത്. ഈ പണം എവിടെയെന്നാണ് ED കണ്ടെത്തുന്നത്. വീണയുടെ ഫ്രീസ് ചെയ്ത അക്കൗണ്ട് HDFC ബാങ്കിന്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തിരുന്നു. അതിൽ ലോക്കർ ഉൾപ്പെടെ പരിശോധിച്ചപ്പോഴും 1.5 ലക്ഷം രൂപയാണ് കണ്ടെത്താൻ കഴിഞ്ഞത്. അതേസമയം 2014-15 1 ലക്ഷം രൂപ മൂലധനത്തിൽ ഈ എക്സാലോജിക് കമ്പനി സ്ഥാപിതമാകുന്നത്. ഈ 1 ലക്ഷം രൂപയിൽ നിന്നും 2017 മുതൽ 2020 വരെയുള്ള കാലഘട്ടത്തിൽ കോടിക്കണക്കിന് രൂപ കമ്പനി വരുമാനമുണ്ടാക്കിയിരുന്നു. ആ പണം എവിടെ എന്നുള്ളതാണ് ED കണ്ടെത്തുന്നത്. 2020 ശേഷം വീണയുടെ അക്കൗണ്ടുകളിൽ നിന്നും മറ്റ് അക്കൗണ്ടുകളിലേക്കോ PM മുഹമ്മദ് റിയാസിന്റെ അക്കൗണ്ടിലേക്കോ പണം മാറ്റിയിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് ED പരിശോധിച്ചു വരുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട മുഹമ്മദ് റിയാസിനെയും ED ചോദ്യം ചെയ്യും. മുഹമ്മദ് റിയാസിന്റെ അക്കൗണ്ടുകളും പരിശോധിക്കുമെന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. വീണയും എക്സാലോജിക് കമ്പനിയും CMRLും തമ്മിലുള്ള വീണയുടെ എക്സാലോജിക് കമ്പനിയും CMRLും തമ്മിലുള്ള ഇടപാടുകളുടെ പണം അത് കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ടുള്ളതാണോ എന്നുള്ളതാണ് പ്രധാനമായും EDയുടെ ഈ അന്വേഷണം. ഈ അന്വേഷണം ഒടുവിൽ എത്തി നിൽക്കുന്നത് PM മുഹമ്മദ് റിയാസിലാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.